ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ പക്കലുള്ള രേഖകളെല്ലാം കോടതിയിൽ കൊടുത്തു. കോടതിയുടെ ജഡ്ജ്മെൻറ്റ് എനിക്കും കൂടി കൺവിൻസിങ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും തുടർ നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കും. ഒരു എത്തിക്സ് ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് മാത്യു കുഴൽനാടൻ എന്നുള്ളത് ഇപ്പോൾ ഈ കോടതി വിധി പ്രകാരം പൊതുസമൂഹം മനസ്സിലാക്കുകയാണ്. ഇതാദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്, ഉള്ളി പൊളിച്ചതുപോലെയാണിത്. ഇതിനുള്ളിൽ യാതൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയ 1,74,00,000 രൂപയ്ക്ക് പകരമായി സർക്കാർ തലത്തിൽ വലിയ അഴിമതി CMRL കമ്പനിക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം ഉയർത്തിയത് മാത്യു കുഴൽനാടൻ MLA ആണ്. മാത്യുവിന്റെ ആരോപണത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു. ഇക്കാര്യത്തിൽ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ പിണറായി വിജയൻ സർക്കാർ കരിമണൽ കർത്തയുടെ കമ്പനിക്ക് അനുകൂലമായി എന്തെങ്കിലും വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു എന്നതിന് ഇല്ല എന്ന് കണ്ടെത്തുകയാണ് കോടതി. മാത്യു കുഴൽനാടന്റെ ആവശ്യത്തെ വിജിലൻസ് കോടതി നിരാകരിക്കുകയും ചെയ്യുന്നു. ഈ വിധി വരുന്നതോടെ മാസപ്പടി കേസ് അല്ലെങ്കിൽ 1,74,00,000 രൂപ എക്സാലോജി കമ്പനിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വലിയ അഴിമതി ആരോപണത്തിന്റെ മുനയൊടിഞ്ഞു പോകുന്നുണ്ടോ? മാത്യു കുഴൽനാടൻ തോറ്റമ്പിയോ? അതോ ഈ കേസിൽ ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ടോ? സർക്കാരിന്റെ വിജയമോ? പല ചോദ്യങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കുകയാണ് രാത്രി. ഈ ചർച്ചയിൽ ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് നേതാവ്, PM ആർഷോ CPM-ൽ നിന്ന്, ഉല്ലാസ് ബാബു BJP നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം ചർച്ചയിലുള്ളത്. ആദ്യം ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പ്രതിനിധി ഹരി മോഹൻ ഈ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഹരി, എന്താണ് മാത്യുവിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി തീർപ്പാക്കുന്ന വിധിയിൽ പറയുന്ന കാര്യങ്ങൾ? ഹരി കേൾക്കുന്നുണ്ടോ? എന്താണ് ഈ കോടതി വിധി? ഇദ്ദേഹത്തിന്റെ ഹർജി തീർപ്പാക്കിക്കൊണ്ട് തള്ളിക്കൊണ്ട് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ഹരി മോഹൻ പറയുന്നത്? ഞാൻ ഹരിയിലേക്ക് വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, ഈ കോടതി വിധിയുടെ വിശദാംശങ്ങളിലേക്ക് എനിക്ക് പോവേണ്ടതുണ്ട്. അതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൊണ്ടുവന്ന വലിയൊരു അഴിമതി ആരോപണം, ഈ സർക്കാർ എന്തോ വലിയ കൊടിയ പാതകം ചെയ്തു എന്ന മട്ടിൽ നിങ്ങളുടെ MLA നിരന്തര വാർത്താ സമ്മേളനങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് അവതരിപ്പിച്ച ഒരു വിവാദം, അതിൻ്റെ തീ അണഞ്ഞു പോയോ ഈ കോടതി വിധിയിലൂടെ? പക്ഷേ ഇല്ല, അങ്ങനെ നമുക്ക് കരുതാൻ കഴിയില്ല. ഈ കോടതി വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിൻ്റെ പെറ്റീഷനുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ, തെളിവുകളിൽ, ഹാജരാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ കോടതിക്ക് തൃപ്തികരമല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് അത് തള്ളുന്നത്. ഇതിനപ്പുറത്തേക്ക് മുകളിലേക്ക് പല സംവിധാനങ്ങളുണ്ട്, മേൽക്കോടതികളുണ്ട്, ഇത് മേലേക്ക് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. മേൽക്കോടതിയിൽ വരുമ്പോൾ തൃപ്തികരമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ പറയുന്ന എല്ലാ വാദങ്ങളും തിരിഞ്ഞു മാറുമല്ലോ. അപ്പോൾ അതവിടെ മറ്റൊരു വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, മാത്യു കുഴൽനാടൻ ഇതിൽ ക്വിഡ് പ്രോക്കോ ഉണ്ടെന്നും പറഞ്ഞ് കോടതിയിൽ അഴിമതി നിരോധന നിയമത്തിൻ്റെ ഇതിൽ വരുന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പെറ്റീഷനിൽ തൃപ്തികരമല്ലെന്ന് കോടതി വിധി വരുമ്പോൾ തന്നെ അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി കോടതിയുടെ നിരീക്ഷണം ശരിയാണെങ്കിൽ തന്നെ ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറേ കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ടല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ, പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യ, ജീവിത പങ്കാളി, അവർക്ക് കേരളത്തിലെ സർക്കാർ സംവിധാനമായിട്ടുള്ള KSIDC 14% ഷെയറുള്ള ഒരു കമ്പനിയിൽ നിന്ന്, ആ കമ്പനിയിൽ നിന്ന് എന്തുകൊണ്ട് 1,72,00,000 രൂപ ഇങ്ങനെ മാസപ്പടിയായിട്ട് കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ത് സേവനമാണ് അവർ കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്തരം ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. അത് മാത്രമല്ല, KSIDCയുടെ 1,00,000-ലധികം രൂപ ശമ്പളം പറ്റുന്ന ഡയറക്ടർ ബോർഡ് മെമ്പർമാരടക്കം അവിടെ ഉള്ളപ്പോൾ പോലും KSIDCക്ക് കൂടി നഷ്ടം വരുന്ന രീതിയിലുള്ള ഇത്തരം ദുർച്ചെലവുകൾ നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ KSIDC അത് വാദിക്കാൻ വേണ്ടിയിട്ട് RSSന് വേണ്ടിയിട്ട് കോടതിയിൽ വാദിക്കുന്ന വക്കീലിനെ, വൈദ്യനാഥൻ വക്കീലിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടുവരുന്നു. ഇത് ആരെ സംരക്ഷിക്കാനാണെന്നുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയാം. ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ നിന്ന് വീണ വിജയനെതിരെ വന്നിട്ടുള്ള വിധിയും നമുക്കറിയാം. അപ്പോൾ നിരന്തരമായിട്ടുള്ള കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും അൺആൻസേർഡ് ആയിട്ട് നിൽക്കുകയാണ്. അതിന് ഉത്തരം പറയേണ്ടത് CPM-ഉം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും
ആണ്. ആ ഉത്തരങ്ങൾ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മാത്യു കുഴൽനാടൻ ഹാജരാക്കിയിട്ടുള്ള രേഖകൾ തൃപ്തികരമല്ല എന്ന് കോടതി പറയുമ്പോൾ തൃപ്തികരമായിട്ടുള്ള രേഖകൾ കൂടുതൽ അതിന് ഫർണിഷ് ചെയ്യുന്ന രേഖകൾ സബ്മിറ്റ് ചെയ്യും, അതിനെ കൂടുതൽ പരിശോധിച്ചിട്ട് റീഡ്രാഫ്റ്റ് ചെയ്ത് കൂടുതൽ സബ്മിറ്റ് ചെയ്യുമെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്ത് എന്താണ് പറയാനുള്ളതെന്നാണ് നമുക്ക് കേൾക്കാനുള്ളത്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരങ്ങൾ കിട്ടാതെ കിടക്കുന്ന ചോദ്യങ്ങൾ വേറെയാണല്ലോ. മനസ്സിലായി, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് ശരിയാണ്, ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കും മകളുടെ കമ്പനിക്കുമായി 1,72,00,000 കൊടുത്തത് എന്ത് സർവീസിനാണ് എന്ന കാര്യത്തിൽ ഇനിയും ഉത്തരം വരേണ്ടതുണ്ട്. അത് കേന്ദ്ര ഏജൻസികൾ അതിൻ്റെ ഒരു വഴിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഒരു പ്രത്യേക തരത്തിലുള്ള സഹായം കിട്ടിയിട്ടാണ്, മൈനിങ് ലീസ് കിട്ടിയിട്ടാണ്, ആ ലീസ് പുതുക്കി കൊടുത്തത് കൊണ്ടാണ് എന്ന നിലയ്ക്കുള്ള ആരോപണങ്ങൾ, ഒരു 3 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ടല്ലോ. ആരാണ്? ഈ നിങ്ങളുടെ മാത്യു കുഴൽനാടൻ. ഇവ 3 പരിഗണിച്ചാൽ തന്നെയും അതിലേതെങ്കിലും തരത്തിലുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങളില്ല, അവ അഴിമതിയുടെ സൂചന നൽകുന്നതല്ല എന്ന് പറയുകയാണ് കോടതി. അപ്പോൾ നിങ്ങളൊരു എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുണ്ടാക്കാൻ ശ്രമിച്ച ഒരു കഥയുടെ ബേസ് കോടതി പൊളിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല നിഷാദേ, ഇത് ഞങ്ങൾ മാത്യു കുഴൽനാടനോ കോൺഗ്രസോ UDF കേരളത്തിലെ മാധ്യമങ്ങളോ സൃഷ്ടിച്ച ഒരു കഥയല്ല. പ്രതിപക്ഷമോ കേരളത്തിലെ പൊതുസമൂഹം സൃഷ്ടിച്ച ഒരു കഥയല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ക്വാസി ജുഡീഷ്യൽ ഫോറത്തിന്റെ കണ്ടെത്തലാണ്. അല്ല, അതിലെനിക്ക് തർക്കമില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് 1,72,00,000 കഥ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വിശദീകരിക്കപ്പെടണം. പക്ഷേ ഒരു പടി കൂടി കടന്ന് അപ്പുറം പോയല്ലോ മാത്യു കുഴൽനാടൻ. അദ്ദേഹം ഈ ലാൻഡ് സീലിംഗിന്റെ കാര്യം പറയുന്നു, മണൽ ലീസിന്റെ കാര്യം പറയുന്നു, മൈനിങ്ങിന്റെ കാര്യം പറയുന്നു, ഈ സർക്കാർ വഴിവിട്ട് കരാർ കൊടുത്തു എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരികയാണ്. ഇവയൊന്നും വസ്തുതാപരമല്ല. ഈ 3 കാര്യങ്ങളും ഇനിയിപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള സംഗതിയായി പരിഗണിച്ചാലും അതിലേതെങ്കിലും തരത്തിലുള്ള ക്രമവിരുദ്ധത കാണാൻ കഴിയുന്നില്ല എന്ന് കോടതി പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം ഓക്കെ, വേറെ അന്വേഷിക്കുന്നുണ്ട്. ഇത് പക്ഷേ സർക്കാർ എന്തോ കാര്യമായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് പൊളിഞ്ഞില്ലേ? അല്ല, ഇത് വിജിലൻസിന്റെ കീഴ്ക്കോടതിയാണല്ലോ. ഇവിടുത്തെ ലോകായുക്തയുടെ വിധി ഇതിനു മുമ്പ് നമ്മൾ വന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇത്തരം വിധികളിലൊക്കെ നമുക്ക് അപ്പീൽ പോകാനും നമുക്ക് ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തോടുള്ള പൂർണ്ണ വിധേയത്വവും വിശ്വാസവും പുലർത്തിക്കൊണ്ട് തന്നെ മേലെയും കോടതികളുണ്ടല്ലോ. അവിടെ പോകുമ്പോൾ ഇത് നേരെ തിരിച്ചാണ് വരുന്നെങ്കിൽ കീഴ്ക്കോടതി വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും? അങ്ങനെയൊന്നുമില്ലല്ലോ. ഓരോ ജഡ്ജിമാർക്കും അവരുടെ ബോധ്യത്തിൽ നിന്ന് അവരുടെ മുമ്പിൽ കിട്ടുന്ന രേഖകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്വയം ഇന്റർപ്രറ്റ് ചെയ്ത് അവർ നടത്തുന്ന വിധികളിൽ പൂർണ്ണമായിട്ടും പൊതുജനം അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ ചില പ്രയാസങ്ങളുണ്ട്. മേൽക്കോടതികൾ വേറെയും ഉണ്ടല്ലോ. അപ്പോൾ മാത്യു കുഴൽനാടൻ തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന് തൃപ്തികരമല്ല എന്ന് പറയുന്ന പോയിന്റുകളിലൊക്കെ അത് കുറെ കൂടി ഫർണിഷ് ചെയ്തിട്ട് ഇനി എന്താണ് തൃപ്തികരമല്ല എന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള തൃപ്തികരമല്ല നിങ്ങൾ AK ആന്റണി സർക്കാരിന്റെ കാലത്തിന് ശേഷം ഈ കമ്പനിക്ക് ആരെങ്കിലും ഇവിടെ കരിമണൽ ഖനന ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവസാനത്തെ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ അവർ വരെ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഏത് ആരോപണം ഉന്നയിച്ചിട്ട് അത് കോടതി മനസ്സിലാക്കിയില്ല എന്നാണ് പറഞ്ഞത്. അത് പറയാൻ നമുക്ക് അതിന്മേൽ ഡിബേറ്റ് ചെയ്യാമായിരുന്നു. അല്ല, ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ പെറ്റീഷനിൽ, മാത്യു കുഴൽനാടൻ കൊടുത്തിരിക്കുന്ന ഈ പെറ്റീഷനിൽ കോടതിക്ക് ബോധ്യമില്ല എന്ന് പറഞ്ഞ കുറെ പോയിന്റ്സ് ഉണ്ടല്ലോ. ഈ കോർട്ട് ഓർഡറിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെല്ലാം പറയുന്ന കാര്യങ്ങൾ അത് കുറെ കൂടി പരിശോധിച്ച് പഠിച്ച് മാത്യു കുഴൽനാടൻ തന്നെ അതിന് വേണ്ടത്ര കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം. ഞാനൊന്ന് വരാമേ ജിൻഡോ. ഹരിമോഹൻ ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്തുണ്ട്. ഹരി, എന്താണ് കോടതി ഈ തീർപ്പ് വിധിയിൽ പറയുന്ന സംഗതി എന്താണ്? എന്തൊക്കെയാണ് കോടതി തള്ളിക്കളയുന്നത്? നിഷാദ്, ഇതിൽ തുടക്കം മുതൽക്ക് തന്നെ മാത്യു കുഴൽനാടൻ്റെ ചില വാദങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു കോടതി. അതായത് അതിൻ്റെ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഹർജിയിൽ വിജിലൻസ് കേസെടുക്കണം, അല്ലെങ്കിൽ തൻ്റെ പരാതിയിൽ കേസെടുക്കണമെന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ആവശ്യം. പക്ഷേ ആ ആവശ്യം വിജിലൻസ് കോടതി നിരാകരിക്കും എന്നുള്ളൊരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ മാത്യു കുഴൽനാടൻ തൻ്റെ നിലപാട് മാറ്റുകയും കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. കോടതി അന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു. അന്ന് മുതൽക്ക് ഇങ്ങോട്ട് തെളിവുകൾ പിന്നീട് ചോദിക്കുന്നു. ആ തെളിവുകൾ ആദ്യം സമർപ്പിക്കുന്നില്ല, പിന്നീട് വീണ്ടും തെളിവുകൾ സമർപ്പിക്കുന്ന ഒരു ഘട്ടം എത്തുന്നു. അതായത് വിധി പറയുന്ന ദിവസമാണ് കഴിഞ്ഞ തവണ കോടതി കേസ് പരിഗണിക്കുന്ന സമയത്ത് മാത്യു കുഴൽനാടൻ ചില തെളിവുകളായി സമർപ്പിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകൾ എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടൻ്റെ അവകാശവാദം. അത്തരത്തിൽ 5 രേഖകളാണ് മാത്യു സമർപ്പിച്ചത്. പക്ഷേ 5 രേഖകളിലും കഴമ്പില്ല എന്നുള്ളതാണ് ഇന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കോടതി നിരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് വിധിപ്പകർപ്പിലെ 29ാമത്തെ പോയിന്റ് 30ാമത്തെ
പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് CMRLന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിന്റെ കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് പ്രകാരം വിവിധ പാർട്ടികളുടെ ഭാരവാഹികൾ, നേതാക്കളൊക്കെ അവർക്ക് പല ആളുകൾക്കും പണം നൽകിയിട്ടുണ്ട്. നമ്മൾ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെയൊക്കെ കണക്ക് വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു, രമേശ് ചെന്നിത്തലയുടെ അടക്കം പേര് അതിനകത്തുണ്ടായി, PK കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കം പേര് അതിനകത്തുണ്ടായി. പക്ഷെ കോടതി ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് പിണറായി വിജയൻ, എക്സാലോജിക് സൊല്യൂഷൻസ്, വീണ തൈക്കണ്ടിയിൽ ഈ 3 പേർക്കെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കോടതിയെ സമീപിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ പണം നൽകിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കുമെതിരെ കേസെടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കണ്ടേ? പക്ഷേ 3 പേരുടെ പേര് മാത്രമാണ് മാത്യു ഉന്നയിച്ചത്. ഇത് കോടതി വളരെ കൃത്യമായി വിധിപ്പകർപ്പിൽ ചോദിക്കുന്നുണ്ട്. അതായത് കോടതി അതിൻ്റെ കൂടെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാചകം കൂടി പറയേണ്ടതുണ്ട്. അതായത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു വാദമുണ്ട്. ആ വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണ് മാത്യു കുഴൽനാടൻ്റെ ഈ നടപടി എന്നുള്ളതാണ് പ്രധാനമായി കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ മാത്യു ഉന്നയിച്ച മറ്റു പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് ഈ ഹർജി CMRL നൽകിയിട്ടുള്ള പണത്തെക്കുറിച്ച്, CMRL നൽകിയ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതായത് അതിൽ ഒരു തരത്തിലുള്ള തെളിവുകളും ഇതുവരെ മാത്യുവിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അതായത് 5 രേഖകളാണ് മാത്യു സമർപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ്. 2, KREML നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ്. സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത്. KREML മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ. ഭൂമിയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കമ്പനി നൽകിയ അപേക്ഷ. ഈ 5 രേഖകൾ തൻ്റെ കയ്യിലുള്ള ഈ 5 രേഖകൾ മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഇത്തരത്തിലുള്ള അഴിമതി തുറന്നു കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനവും നടത്തി. അന്നേ ദിവസം തന്നെ കോടതിയിൽ ഈ രേഖകൾ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ രേഖകളിനകത്ത് ഒരു കഴമ്പുമില്ല. ഇത് ആരോപണങ്ങൾ മാത്രമാണ്, സമർപ്പിച്ചിട്ടുള്ളവ തെളിവുകളല്ല എന്നുള്ളതാണ് കോടതി നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണം. അതായത് പ്രധാനമായിട്ടും CMRLന് ഇൽമനൈറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണമായിരുന്നു മാത്യു ഉന്നയിച്ചത്. അതിൻ്റെ തെളിവുകളാണ് ഇതെന്നൊക്കെയാണ് മാത്യു വാദിച്ചത്. പക്ഷേ അതിൽ അഴിമതി നടന്നിട്ടില്ല. CMRLന് ഇൽമനൈറ്റ് നൽകിയതിൽ അഴിമതി നടന്നിട്ടില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷണത്തിൽ പറയുന്നത്. അതായത് ഇൽമനൈറ്റ് സൗജന്യമായി കൊടുത്തു എന്നുള്ള ആരോപണം മാത്യുവിൻ്റെ ഹർജിയിലില്ല. ഈ ഇടപാടിൽ CMRLന് എന്ത് ലാഭമുണ്ടായി എന്ന് മാത്യുവിന് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആകെ മാത്യു സമർപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഇൽമനൈറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട E-way ബില്ല് മാത്രമാണ്. പക്ഷേ E-way ബില്ല് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി പറയുന്ന ഒരു കാര്യം. മാത്യു ആകെ E-way ബില്ലുകൾ മാത്രമാണ് തെളിവെന്നുള്ള രൂപത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. ഒപ്പം തന്നെ KREMLന് മിച്ചഭൂമി ഇളവ് കൊടുത്തിട്ടില്ലെന്നും കോടതി പറയുന്നുണ്ട്. അതായത് വിജിലൻസ് ചില റവന്യൂ വകുപ്പിന്റെ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ രേഖകൾ പരിശോധിച്ച ശേഷമാണ് KREMLന് മിച്ചഭൂമി ഇളവ് കൊടുത്തിട്ടില്ല എന്നുള്ള നിരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ കണ്ടെത്തലിലേക്ക് എത്തിയത്. മാത്യുവിന്റെ ഒരു പ്രധാന ആരോപണം അതായിരുന്നു, ഈ മിച്ചഭൂമി ഇളവിനെ സംബന്ധിച്ച്. അതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൽ എത്തിയിട്ടുള്ള ശശിധരൻ കർത്തയുടെ അപേക്ഷ പുനഃപരിശോധിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ടു എന്നുള്ളതായിരുന്നു മാത്യു ഉന്നയിച്ച ആരോപണം. പക്ഷെ അങ്ങനെ മുഖ്യമന്ത്രി ഇടപെട്ടതിന്റെ ഒരു മിനിറ്റ്സ് ഒക്കെ ആ കാലത്ത് മാത്യു പുറത്തുവിട്ടിരുന്നു. പക്ഷെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള വിജിലൻസിന്റെ രേഖകൾ കോടതി പരിശോധിച്ചു. ആ പരിശോധിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മിച്ചഭൂമി ഇളവ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഇതിൽ അഴിമതി നടന്നിട്ടുള്ളത്? എങ്ങനെയാണ് KREML അല്ലെങ്കിൽ CMRL എന്നീ കമ്പനികൾക്ക് ഇത്തരത്തിൽ വഴിവിട്ട സഹായം മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും കോടതി ചോദിക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള വാദം ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഈ ഉത്തരവിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതാണ് ഈ ഹർജിയെ അടിമുടി കോടതി തള്ളിക്കളയുകയാണ് എന്ന് വേണം പറയേണ്ടി വരുന്നത്. കാരണം ആ തുടക്കം മുതൽ കോടതി ഇതേ നിരീക്ഷണത്തിൽ തന്നെയാണ് നിന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് കാര്യം. പലവട്ടം തെളിവുകൾ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നു, പലതവണ സമയം കൊടുക്കുന്നു. പക്ഷെ ആ സമയത്തൊന്നും മാത്യുവിന് തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കില്ല. മൈനിങ് ലീസ് അനുമതി റദ്ദാക്കാൻ സർക്കാർ 4 വർഷം കാത്തിരുന്നുവെന്ന ആരോപണം മാത്യു കുഴൽനാടൻ ഉയർത്തിയിരുന്നല്ലോ. അതായത് കേന്ദ്ര സർക്കാർ 2019 കൊണ്ടുവന്ന ചട്ട ഭേദഗതി അനുസരിച്ച് കേരളത്തിലും മൈനിങ് ലീസ് സ്വകാര്യ മേഖലയിൽ റദ്ദാക്കണം. പക്ഷെ അത് ചെയ്യാതെ കാത്തുവെച്ചത് ഇവർക്കുള്ള സഹായത്തിന്റെ ഭാഗമാണെന്ന് ആരോപണം ഉയർത്തിയല്ലോ. അതിന് കോടതി എന്താണ് കണ്ടെത്തുന്ന വിശദീകരണം?
നിഷാദ്, അതിനകത്ത് മാത്യുവിന് അല്ലെങ്കിൽ ഈ 4 വർഷം കാത്തിരുന്നു കൊണ്ട് ഇവർക്ക് അതിനുവേണ്ട സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് മാത്യു ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ ആ ആരോപണം ശരിവെക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കോടതി അതേക്കുറിച്ചുള്ള നിരീക്ഷണത്തിൽ കൂടുതലായി എന്തെങ്കിലും പറയുന്നത്. പക്ഷേ വിധിപ്പകർപ്പ് വായിച്ചപ്പോൾ അതിനകത്ത് കോടതി പറയുന്നത് ആരോപണത്തിൽ യാതൊരു തരത്തിലുള്ള കഴമ്പുകളുമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവുകളായിരുന്നു ഹാജരാക്കേണ്ടത്. കോടതി പലവട്ടം അത് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അപ്പോഴും ഈ 4 വർഷം കാത്തിരുന്നുകൊണ്ട് ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, സർക്കാർ ചെയ്തത് എന്നുള്ളത് തെളിയിക്കാൻ മാത്യുവിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിധിപ്പകർപ്പിൽ പറയുന്നത്. ഈ മാത്യു ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം കോടതി ചൂണ്ടിക്കാണിക്കുന്നതും അതേ പ്രശ്നമാണ്. മാത്യു സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ അതിനെല്ലാം അപര്യാപ്തമായിരുന്നു എന്നുള്ളതാണ്. മാത്യുവിന്റെ ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഇപ്പോൾ ചോദിച്ച കാര്യങ്ങൾക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി, മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത്, പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ കത്ത്, ആ കത്താണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്നുള്ളതായിരുന്നു മാത്യു ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ കോടതി അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. അത് മതിയാവില്ല, പര്യാപ്തമല്ല. ഡോക്ടർ ജിൻഡോ ജോൺ അത് കേൾക്കുക. അതായത് 5 പ്രധാനപ്പെട്ട രേഖകൾ എന്ന പേരിൽ അദ്ദേഹം തെളിവുകൾ അവിടെ ഹാജരാക്കുന്നുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിന് ചില ഉത്തരവുകൾ, കത്തിടപാടുകൾ തുടങ്ങിയവയാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും നിലയ്ക്ക് വഴിവിട്ട സഹായം പിണറായി വിജയൻ സർക്കാർ ആർക്കെങ്കിലും ചെയ്തത് തെളിയിക്കുന്ന ഒരു രേഖയും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്യു കുഴൽനാടന്. ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട മിച്ചഭൂമി ഇളവ് കൊടുത്തതിന് രേഖ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില ആപ്ലിക്കേഷൻസ് ഹാജരാക്കുന്നു, കേന്ദ്ര സർക്കാരിന് ചില ഉത്തരവുകളുടെ കോപ്പി ഹാജരാക്കുന്നു. അതിനകത്ത് സർക്കാർ വഴിവിട്ടിടപെട്ടതിൻ്റെ എന്ത് ഹാജരാക്കിയിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് വിലപിക്കുന്നത്? അല്ല നിഷാദേ, ഇതിലുള്ള പ്രശ്നം എന്താ? ഈ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതി തള്ളുമ്പോൾ ഇത് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് തള്ളുന്നതെന്ന് കൂടി ഓർക്കണം. ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഖനനാനുമതി കൊടുക്കണമെന്ന് കൊടുക്കുന്ന ലെറ്ററോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 4 വർഷക്കാലമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയം പുറത്തു വന്നതിന് ശേഷം സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം വർഷങ്ങളോളം കാത്തുവെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഖനനാനുമതി പിൻവലിക്കാതിരിക്കുന്ന നയപരിപാടിയൊക്കെ, ഇതൊക്കെ നമ്മൾക്ക് കാര്യങ്ങളെല്ലാവർക്കും വ്യക്തമാണ്. ഇത് കോടതിയുടെ മുമ്പിൽ തള്ളിക്കളയുമ്പോൾ സാങ്കേതികമായി പിൻവലിക്കാതിരുന്നത് അഴിമതിയാണ്. ആ കാലയളവിൽ ആ കമ്പനി ഖനനം നടത്തി മിനറൽസ് എടുത്തിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യമല്ലേ? നോ എന്നല്ലേ ഉത്തരം. മനഃപൂർവ്വമായി വൈകിച്ചതാണ് നിങ്ങളുടെ ആരോപണമാണ്. മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചു, ഫയൽ പിടിപ്പിച്ചു, അദ്ദേഹം ഇത് പറ. അല്ല, തോട്ടപ്പള്ളി സ്പിൽവേയുടെ ആഴവും പരപ്പവും കൂട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ് നടത്തുന്നു. അതിനുശേഷം ആ മണ്ണൽ അവിടെ നിന്ന് വാരിക്കൊണ്ടുപോകുന്നു. ഇതിന്റെയൊക്കെ ഗുണഭോക്താവ് ആരാണെന്നുള്ളത് അന്വേഷിക്കുമ്പോൾ അത് കരിമണൽ കർത്തയിലേക്ക് തന്നെയാണ് എത്തുന്നത്, CMRL കമ്പനിയിലേക്കാണ് എത്തുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് കോടതി പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എല്ലാ കാര്യത്തിലും കോടതിക്ക് അന്വേഷണത്തിൽ ഉത്തരവിടാൻ കഴിയുമോ? നിങ്ങൾക്ക് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ പോലും നടത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കുക എന്നുള്ള സാമാന്യ ബാധ്യതയില്ലേ? കോടതി ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണെന്ന് ഇലുമിനേറ്റിന്റെ കാര്യത്തിൽ എന്താണ് CMRL ലാഭം എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? CMRL ഇന്ന നേട്ടം കിട്ടി ഇതുകൊണ്ട് എന്നില്ലെന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ നിഷാദ്, ഇതിലുള്ളൊരു പ്രശ്നം എന്താ? ഇവിടുത്തെ വിജിലൻസിന്റെ ചീഫ് ആരാണ്? വിജിലൻസിന്റെ തലപ്പത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ. പോലീസ് സംവിധാനങ്ങൾ, പ്രോസിക്യൂഷൻ, ഇവിടുത്തെ സകലമാന സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് യാതൊരു സേവനവും ചെയ്യാതെ വന്ന പണത്തെക്കുറിച്ചിട്ടുള്ള അന്വേഷണമല്ല ഇത് ഇവിടം വരെ എത്തിച്ചത്. അപ്പൊ ആ പണം വന്നത് എന്താണെന്നുള്ളതിന്റെ ചോദ്യത്തിന് ഉത്തരമില്ല, അതവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരോപിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് പണം വന്ന കാലഘട്ടത്തിൽ മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്ന് വന്നതുപോലെ തന്നെ CMRL കമ്പനിയിൽ നിന്ന് വന്ന കാലഘട്ടത്തിൽ CMRL കമ്പനിക്ക് രഹസ്യമായോ പരസ്യമായോ അവർക്ക് അനുകൂലമാകുന്ന നിലപാടുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് ഫയലുകൾ വിളിച്ചു വരുത്തുന്നു, റവന്യൂ വകുപ്പ് പലവട്ടം അതൊരു ലീഗൽ സ്പേസിൽ പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ആവർത്തിക്കുകയാണ്. അന്വേഷിക്കണ്ടേ? ഒരു കാര്യം അന്വേഷിക്കണമെങ്കിൽ ജിൻഡോ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അന്വേഷിക്കേണ്ട എന്ന് പറയുന്നത് കോടതിയാണ്. എത്രയോ ആളുകളുടെ പേര്, എത്രയോ സ്ഥാപനങ്ങളുടെ പേരുണ്ട്. നിങ്ങൾ പക്ഷേ 3 പേരെ മാത്രം പിക്ക് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്ന് കോടതി ചോദിക്കുകയാണ്. അല്ല അതിന് കാരണമുണ്ട്. കേരളത്തിൽ ഈ പരാതി SFIയുടെ അന്വേഷണം, ഈ
ക്ഷമിക്കണം, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രത്യേക പേഴ്സൺ ആരാ? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ മകളായതുകൊണ്ടാണ് ഇത് സേവനം ഇല്ലാതെ പണം കിട്ടിയതെന്നുള്ള രീതിയിലാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. മറ്റ് നേതാക്കളെ കുറിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച ആരൊക്കെയാ? UDF നേതാക്കന്മാർ, മാധ്യമ പ്രവർത്തകർ, സാമുദായിക നേതാക്കന്മാർ, അല്ലെങ്കിൽ അത്തരക്കാരെ കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്നേ. ഞങ്ങൾ ആരെങ്കിലും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്വേഷണം നടത്തണ്ട എന്ന് പറഞ്ഞ് കോടതി പോയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. ശരി, ഞാനൊന്ന് പറയാം. ഇങ്ങനെ ഒരു വിജിലൻസ് കോടതിയിൽ നിന്ന് അന്വേഷണ ആവശ്യമില്ല എന്ന മട്ടിലുള്ള ഉത്തരവ് വന്നു എന്നതുകൊണ്ട് PM മാർഷോ ഈ മാസപ്പടി എന്ന് പേരിട്ട് വിളിച്ച വിവാദത്തിന്റെ സകല സാധ്യതകളും ഇതോടെ അടഞ്ഞോ? ഇതിനകത്ത് ഈ ചർച്ച ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവതാരകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മാത്യു കുഴൽനാടൻ തോറ്റമ്പിയോ എന്നുള്ളത്. മാത്യു കുഴൽനാടൻ മാത്രമല്ല, മാത്യു കുഴൽനാടനെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ മലയാള മനോരമ ഉൾപ്പെടെ, ഇതിന് നേതൃത്വം കൊടുത്ത UDF ഒരു വിഭാഗം ഉൾപ്പെടെ, ഈ നാട്ടിലെ RSS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാകെ തോറ്റമ്പി എന്നുള്ളത് തന്നെയാണ് ഈ ബഹുമാനപ്പെട്ട കോടതി വിധി വരുന്ന ഘട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെടും. ഇത്തരത്തിലൊരു ആരോപണം സൃഷ്ടിച്ച് ആ ആരോപണത്തിൻ്റെ തുടർച്ചയിൽ ഇവർ ശ്രമിച്ചത് എന്തിനായിരുന്നു? ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇല്ലാ കഥ മെനഞ്ഞുകൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ നടത്തിയ വളരെ വിപുലമായിട്ടുള്ളൊരു ശ്രമം. ആ ശ്രമത്തിൻ്റെ തുടർച്ചയിലാണ് രണ്ടാമത് വിജിലൻസ് കോടതിയുടെ വിധി വരുന്നത്. ആദ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതിയുടെ മുൻപാകെ ശ്രീ മാത്യു കുഴൽനാടൻ തന്നെ സമർപ്പിച്ച ഹർജിയുടെ വിധി വരുന്ന സാഹചര്യം ഉണ്ട്. ആ വിധിക്കകത്ത് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത്. രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു വെക്കുക മാത്രമല്ല, ആ വിധിയുടെ പേജ് നമ്പർ 24 നമുക്ക് കാണാൻ വേണ്ടി കഴിയും, പ്രസ്തുത കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകണമെങ്കിൽ അതിനുള്ള 2 അവസരം മുഖ്യമന്ത്രിക്ക് മുൻപിലുണ്ടായിരുന്നു. ഈ 2 അവസരത്തിലും ഇളവ് നൽകുന്ന നിലയ്ക്കുള്ള ഒരു തീരുമാനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അതായത് ഒരു തരത്തിലുള്ള അഴിമതിക്കും നേതൃത്വം കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരാരോപണമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നതാണ് ഈ വിധി. അതുകൊണ്ട് തന്നെ അവർ കെട്ടിപ്പൊക്കിയ നുണക്കഥകൾക്ക്, അവർ സൃഷ്ടിച്ച പുകമറയ്ക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി തന്നെയായിട്ട് ഈ കോടതി വിധിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ ആരംഭഘട്ടം മുതലേ ഇപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന പല ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആരംഭഘട്ടം മുതലേ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ്, ആ എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള സേവനം, ആ സേവനവുമായി ബന്ധപ്പെട്ട് ഇതിൽ 2 ഏതെങ്കിലും ഒരു കമ്പനിക്ക് തർക്കമുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ആ തർക്കം ഉന്നയിച്ചുകൊണ്ട് നിലവിൽ നിലനിൽക്കുന്ന ഏത് നിയമ സംവിധാനത്തെയും ഏത് അന്വേഷണ ഏജൻസികളെയും സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. ആ നിലക്കുള്ള അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി അവർക്കുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അത്തരത്തിലുള്ള അവകാശം വിനിയോഗിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഘട്ടം വരെ ആ നിലക്ക് നിലവിലുള്ള കോൺട്രാക്റ്റ് എവിടെയെങ്കിലും ബ്രീച്ച് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി, ആക്ഷേപം ഉയർന്നു വരുന്ന നിലയുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു ഘട്ടമെത്തുമ്പോഴും ഇതിനെ എങ്ങനെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്താം എന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നല്ലോ മുഴുവൻ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയിലായിരുന്നല്ലോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇവിടെ പറന്നിറങ്ങി ഇതിന് മുകളിൽ ഈ ഘട്ടത്തിൽ ഇത് പിണറായി വിജയൻ ജയിലിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് എന്ന് BJP അഖിലേന്ത്യാ നേതാക്കൾ കേരളത്തിൽ വന്ന് പറഞ്ഞതിൻ്റെ അനുഭവം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കുണ്ട്. ഈ ഏജൻസികളെല്ലാം പറന്നു വന്നിട്ടും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നോട്ടീസെങ്കിലും ഈ പറഞ്ഞ എക്സാലോജിക് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന TVണക്കെതിരെ നൽകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഒരു ഘട്ടത്തിലും അവർക്ക് പറയാനുള്ളത് എന്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് അവർ നൽകിയ സേവനം എന്നുള്ളതിനെ സംബന്ധിച്ച്, ആ സേവനം എന്ത് എന്ന് അന്വേഷിക്കുന്നതിനെ കുറിച്ച് ഒരു ഏജൻസി പോലും ഈ ഘട്ടം വരെ, അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത പോലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ശരിയാണ്, ഈ പിണറായി വിജയൻ സർക്കാർ അഴിമതി കാണിച്ചു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്ത ഹർജി വിജിലൻസ് കോടതി തള്ളി. പക്ഷേ ഇതിൻ്റെ ബേസിക് ഇഷ്യൂ അവിടെ കിടക്കുന്നു ജിൻഡോ ചൂണ്ടിക്കാണിക്കുകയാണ്. അതാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ച 1,72,00,000 രൂപയുടെ കഥ. ഈ 1,72,00,000 രൂപ ഏതെങ്കിലും പ്രത്യേക സർവീസ് കിട്ടിയിട്ട് കൊടുത്തതല്ല എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണല്ലോ, അവരത് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്മേൽ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു തർക്കമുണ്ട്. ആ തർക്കം ശരിയാവണ്ണം വിശദീകരിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുമില്ലല്ലോ. അല്ല, അതിനകത്ത്
അല്ല അതിൽ വേറൊരു വിശദീകരണത്തിൽ ഒരു പിശകുമില്ല. രണ്ട് കമ്പനികൾ തമ്മിലുള്ള അവരുടെ സേവനത്തിൻ്റെ എന്ത് സേവനമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടുന്നത് ആ കമ്പനികളാണ്. സ്വാഭാവികമായും ആ കമ്പനികൾ വ്യക്തമാക്കേണ്ടുന്നത് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു നിയമ സംവിധാനം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമേ അവർക്കത് എന്തായിരുന്നു സേവനം. ഞാൻ ചോദിക്കുന്നത് ഈ വിവാദം പ്രത്യേകിച്ച് ടി വീണ എന്ന് പറയുന്ന വനിത നടത്തുന്ന കമ്പനി എന്ന് പറയുന്നത്, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദം സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഇപ്പൊ ഇതിനു മുമ്പ് AI ക്യാമറ വിവാദം വന്നപ്പോൾ ഏതെല്ലാം കമ്പനികൾ അതുമായിട്ട് അതിൽ ബന്ധപ്പെട്ട കമ്പനികളൊക്കെ വന്നിട്ട് വിശദീകരണം നൽകിയില്ല. എന്തുകൊണ്ടാണ് എക്സാലോജിക് എന്ന കമ്പനി ഞങ്ങൾ കൊടുത്ത സേവനം ഇന്നതാണ്, ഞങ്ങളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തകർക്കാൻ ശ്രമിക്കരുത് എന്ന മറ്റുള്ളൊരു വിശദീകരണം കൊടുക്കാൻ ഇതുവരെ തയ്യാറാവാത്തത് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ? കാരണം അത് അവരുടെ പിതാവിന്റെ രാഷ്ട്രീയ ധാരയെ തന്നെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണമായിട്ട് വികസിക്കും. അവർക്ക് ആ നിലയ്ക്കൊരു ബാധ്യത കൂടി അധികമായി വരുന്നില്ലേ? അല്ല, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, ആ നിലയ്ക്ക് ആ കമ്പനി നിലവിലില്ല എന്നുള്ളതൊന്ന്. രണ്ട്, ഈ കമ്പനികൾ തമ്മിലുള്ള ആ എഗ്രിമെന്റിനകത്ത് എന്തെല്ലാം ക്ലോസ് ആണുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഒരുപക്ഷെ ഈ പറഞ്ഞ സേവനങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളടക്കം വെളിപ്പെടുത്തുന്നത് തടഞ്ഞുകൊണ്ടുള്ള ക്ലോസുകൾ ഉൾപ്പെടെ നമ്മൾ നിരവധി എഗ്രിമെന്റുകൾക്കകത്ത് വെക്കുന്നതല്ലേ. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഈ പറഞ്ഞ കമ്പനി അവർക്ക് സേവനം നൽകിയിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള സ്വാഭാവികമായും അങ്ങനെ അവർ ആവശ്യപ്പെട്ട സേവനം നൽകാതിരിക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി ഒന്നാമത്തെ കാര്യം പിണറായി വിജയനെതിരെ കൊണ്ടുവന്ന അഴിമതി കേസ് പൊളിഞ്ഞു. രണ്ടാമത് വീണ തൈക്കണ്ടിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണത്തിൽ ഒരു നോട്ടീസ് പോലും അവർക്ക് കൊടുപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒന്ന് വരാമേ, ഞാൻ ഈ പാനലൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഹർഷോ, BJP നേതാവ് കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്, ശ്രീ ഉല്ലാസ് ബാബു. നോക്കൂ, രണ്ട് ഏജൻസികൾ ഇപ്പൊ തന്നെ ഈ വീണ തൈക്കണ്ടിക്കെതിരെ ഉയർന്ന കേസ് ആരോപണം അന്വേഷിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ അന്വേഷണം പിണറായി വിജയനെ തൂക്കാനുള്ള അന്വേഷണമാണല്ലോ. ആ നിലക്കാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലൊക്കെയും പ്രസംഗിക്കുകയും ചെയ്തത്. പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തതിന്റെ ഭാഗമായിട്ട് 5 പൈസ വാങ്ങിച്ചിട്ടില്ല എന്നല്ലേ കോടതി ഇപ്പൊ കണ്ടെത്തുന്നത്. കോടതി കണ്ടെത്തുക എന്ന് വെച്ചാൽ കോടതി രേഖകൾ എടുത്തു വെച്ച് കണ്ടെത്തുകയാണ്. അപ്പൊ സത്യത്തിൽ ഈ കേസിന്റെ അടി ഇളകിയോ ശ്രീ ഉല്ലാസ് ബാബു? ഒരിക്കലും നിഷറാവത്തോടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് കൃത്യമാക്കാം. ഇതിൽ 3 തരത്തിൽ ഇതിനെ കാണണം. ഒന്ന് ഇതിനെ പൊളിറ്റിക്കൽ വശം, ഒന്ന് ലീഗൽ വശം, ഒന്ന് വ്യക്തിപരമായ കാര്യം. ഈ മാത്യു കുഴൽനാടൻ എന്ന് പറയപ്പെടുന്ന വക്കീൽ അറിവും വിവരവും ഇല്ലാത്തവനാണെന്ന് എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹം നല്ല വക്കീലാണ്, നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഒരു കേസ് കൊടുക്കുന്നു, ആ കേസിൽ കൃത്യമായി പറയുന്നു, ആ കേസിൽ അദ്ദേഹം 200 പ്രകാരം ഫയൽ ചെയ്യുന്നു. അപ്പോൾ കോടതി ചോദിക്കുന്നു, കോടതിയോട് അദ്ദേഹം അന്വേഷിക്കാൻ പറയുന്നു. കോടതിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല, കോടതിക്ക് എൻക്വയറി ചെയ്യാനേ പറ്റുള്ളൂ. കോടതി പറയുന്നത് നിങ്ങൾ 156(3) നിൽക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം ആദ്യം അതിൽ ഓക്കെ പറയുന്നു, പിന്നീട് അദ്ദേഹം അത് പ്രസ് ചെയ്യാതിരിക്കുന്നു. വേണ്ട, കോടതി എന്നെ അന്വേഷിച്ചാൽ മതി എന്ന് പറയപ്പെടുന്നു. ഇത്യാദി കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ കോടതി അതിൽ കൃത്യമായി നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ 27ാമത്തെ പാരഗ്രാഫിൽ വായിച്ചു നോക്കിയാൽ അറിയാം. കോടതി അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ആ കേസ് റീഓപ്പൺ ചെയ്ത് കംപ്ലൈൻറ്റിന് കൃത്യമായിട്ട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ക്രൂഷ്യലായിട്ടുള്ള 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം ഉത്തരം നൽകുന്നതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചത്? പൊതുമണ്ഡലത്തിൽ മാത്യു കുഴൽനാടനും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ സംഘടന പൊതുമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വിഷയം ഉന്നയിക്കുകയും നിരന്തരം പറയുകയും ചെയ്ത 3 ചോദ്യങ്ങൾ കോടതിയിൽ ചോദിച്ചിട്ടും അതിൻ്റെ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും അത് കൊടുക്കാതിരുന്നതിൻ്റെ രാഷ്ട്രീയം നമ്മൾ ആദ്യം നോക്കണം. ലീഗൽ വശത്തിൽ സർക്കാർ മെയിൻറ്റൈനബിൾ അല്ല എന്ന് പറയുന്നു, അവർ ലീഗലി സ്റ്റാൻഡ് ചെയ്യില്ല എന്ന് പറയുന്നു. 200 പ്രകാരം 2 സാങ്ഷൻ വേണമെന്ന് പറയപ്പെടുന്നു. സ്വാഭാവികമായിട്ട് കോടതി പറഞ്ഞു അത് വിട്ടേക്ക്, ആ സാങ്ഷൻ്റെ വിഷയമില്ലാതെ അമെൻമെൻറ്റ് നോക്കിയാൽ മതി, അത് നിൽക്കും. പക്ഷേ 203 പ്രകാരം തള്ളാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി കോടതി പറയുന്നു. എന്നിട്ടൊക്കെ ഉണ്ടായിട്ടും ലീഗൽ പോയിന്റിൽ അദ്ദേഹം പൊളിറ്റിക്കലി പുറത്തുന്നയിച്ച വിഷയങ്ങളുടെ തെളിവ് ലീഗൽ പോയിന്റിൽ കൊടുക്കാൻ അദ്ദേഹം മടിച്ചത് ഏത് രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് വ്യക്തിപരമായി ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ കേസുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഊരി പോരാനാണോ, അതോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം ഡൽഹിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രകാരം ഈ വിഷയം പുറത്തു വന്നാൽ അത് BJPക്ക് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകും. അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് അങ്ങ് മുന്നോട്ട് പോകാം. മാത്യു കുഴൽനാടനെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ ഉണ്ടായിട്ടുള്ള ചേതോവികാരം ഒന്നാമത്തെ കാര്യം, പുറത്ത് വലിയ ആരോപണം അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തിന്റെ ഭാഗമായി അദ്ദേഹം വിവിധ രേഖകൾ ഉയർത്തി കാണിക്കുകയും ചെയ്യും, നമ്മൾ കണ്ടതാണ്. അതേ രേഖകളെല്ലാം കോടതി കൊടുത്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഉയർത്തി കാണിച്ച ഈ പ്രിന്റഡ് സാധനങ്ങളിൽ ഫോട്ടോ കോപ്പികൾ വേണ്ടത്ര മതിയാവുന്നില്ല എന്നാ കോടതി പറഞ്ഞു. അദ്ദേഹം ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല, നമ്മളെ കാണിച്ചൊക്കെ കോടതിയിലും കൊടുത്തിട്ടുണ്ട്.
അല്ല, അങ്ങനെയല്ല. അതിനകത്ത് കോടതി അത് എനിക്ക് തോന്നുന്നു നിഷാദ് ഒന്നും കൂടി അത് കൃത്യമായിട്ട് കോടതിയുടെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ കോടതിയുടെ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ മെയിൻറ്റൈനബിലിറ്റി ഒന്നും കോടതി കേട്ടിട്ടില്ല. കോടതി നിലനിൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹമാണ് പറഞ്ഞത് കോടതിയോട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ കോടതിയോട് അന്വേഷിച്ചാൽ മതി, എൻക്വയറി നടത്തിയാൽ മതി, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കോടതിക്ക് സാധ്യമാകില്ല. ഇദ്ദേഹത്തിനോട് കോടതി ചോദിച്ച 3 കാര്യം, അദ്ദേഹത്തിന് സമയം കൊടുത്ത 3 കാര്യം കോടതി തന്നെ കൃത്യമായി പറയുന്നു. 3 ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, അത് ഫുൾഫിൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് പറയുന്നിടത്താണ് അദ്ദേഹത്തിനെ സാധിപ്പിക്കാതിരുന്ന കരങ്ങൾ. അത് ഏത് കരങ്ങളാണ്? വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള വിഷയങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയാണോ? നമ്പർ 2, കോൺഗ്രസും ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയും ഒരുമിച്ച് പോകുന്ന സമയത്ത് ഇവിടെ ഒരു വിഷയം ഉണ്ടാക്കുന്ന സമയത്ത് അത് BJPക്ക് അനുകൂലമാകണ്ട എന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതാണ് കൃത്യമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മാത്യു കുഴൽനാടനെ അത് ബോധ്യപ്പെടുത്താനും സാധിക്കുന്നതാണ്, ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഉള്ളതാണ്. പക്ഷേ കോടതി ചോദിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മുഖം ആരോപണം ഉന്നയിക്കില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ സാധനങ്ങളെല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്തുണ്ടായിട്ട് ഉള്ള ഏതാണ് അദ്ദേഹം കോടതിയിൽ കൊടുക്കുക? നമ്മളൊരു ആരോപണം ഉന്നയിക്കും, അതിനെക്കുറിച്ച് എന്ത് രേഖകൾ, എന്ത് തെളിവുകൾ കയ്യിലുള്ളത് മടക്കി വെച്ചിട്ടാണ് ഇല്ലാതാക്കിയതെന്നാണ് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞു തരാം. കൃത്യമായി പറഞ്ഞത് നിഷാദ് റാവുത്തറിനെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വാർത്ത വായിക്കുന്ന സമയത്ത് ഏതെല്ലാം റിപ്പോർട്ടറുകൾ എന്തൊക്കെ പറഞ്ഞാലും നിഷാദ് റാവുത്തറിനെ പോലെ പരിണിതപ്രജ്ഞനായിട്ടൊരു മാധ്യമ പ്രവർത്തകൻ ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കും, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് പോകും. അത് കൃത്യമല്ലേ എന്ന് നിങ്ങൾ വ്യക്തിപരമായി പരിശോധിച്ചതിന് ശേഷമാണ് ഒരു വാർത്ത പുറത്തു വിടുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ ഒരു പ്രോസസ്സ് പ്രവർത്തിക്കാറില്ലേ? അതുപോലെ തന്നെ മാത്യു കുഴൽനാടനെ പോലെയുള്ള ഒരു വക്കീല്, പ്രാക്ടീസിംഗ് ലോയർ, കൃത്യമായി നിയമങ്ങളെക്കുറിച്ച് അറിയുന്ന ലോയർ ഒരു വിഷയം കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ ആ CRPC 200 പ്രകാരം കൊണ്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് പോലീസിനകത്ത് കൊണ്ടുപോകണോ എന്ന് ചോദിച്ച സമയത്ത് അത് വേണ്ട, കോടതി അന്വേഷിച്ചാൽ ഉല്ലാസ് ബാബു മാത്യു കുഴൽനാടൻ നല്ല വക്കീലാണ്, അയാൾ അങ്ങനെ കള്ളമൊന്നും പറയില്ല, അയാൾ പറയുന്നത് ശരിയായിരിക്കും എന്ന ഒരുതരം അന്ധമായ വിശ്വാസമല്ലേ, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. മാത്യു കുഴൽനാടൻ നിയമം അറിയില്ല എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അതിനകത്ത് രാഷ്ട്രീയം പറയൂ, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ്? കോൺഗ്രസിന്റെ സംഘടന പുറത്ത് രാഷ്ട്രീയം പറഞ്ഞതിന്റെ കാര്യങ്ങൾ കൃത്യമായി കോടതിയിൽ അദ്ദേഹം കൊടുത്തിട്ടില്ല. ആ കൊടുക്കാത്തത്, കോടതി ചോദിച്ച തെളിവുകൾ അദ്ദേഹത്തിന്റെ ഇതിൽ ഇല്ല എന്നുള്ളതല്ല അതിന്റെ യാഥാർത്ഥ്യം. കോടതിയിൽ കൊടുത്ത കാര്യങ്ങൾ കൊടുക്കരുത് എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും കോൺഗ്രസിന്റെ ഡൽഹി നേതാക്കളും CPM-ഉമായിട്ടുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്യു കുഴൽനാടന്റെ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലം കിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ കാണാതെ പോകരുത്. ഉല്ലാസ് ബാബു ഒറ്റ കാര്യം കൂടി ഞാനൊന്ന് അപ്പുറത്തേക്ക് പോകുന്നതിന് ഒരു കാര്യം കൂടി. ഇപ്പോ ശരി, മാത്യു കുഴൽനാടൻ അതിനകത്ത് വിഡ്രോ ചെയ്തുകൊണ്ടാണ്, ഉല്ലാസ് ബാബു മാത്യു കുഴൽനാടൻ വിഡ്രോ ചെയ്തുകൊണ്ടാണ് ഈ കേസ് തോറ്റുപോയതെന്ന് താങ്കൾ പറയാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, എവിടെങ്കിലും എത്തിയോ? ഈ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോഡി 1,72,00,000 കഥ കണ്ടെത്തിയിട്ട് എത്ര വർഷമായി എന്നിട്ട് എവിടെയെങ്കിലും എത്താൻ പറ്റിയോ? ആർക്കും അന്വേഷിച്ച് ഈ പറയുന്ന രാഷ്ട്രീയ ആരോപണം നമ്മളൊരു പ്രസംഗത്തിൽ പറയുന്നത് പോലെ അവിടേക്ക് എത്താൻ ഒരു ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല, ഒരു കോടതിക്കും പറ്റിയിട്ടില്ല. അന്വേഷണ ഏജൻസികൾ നടത്തുന്ന ഒരു അന്വേഷണങ്ങളും കഴിഞ്ഞുവെന്ന് നിങ്ങൾക്ക് ആർക്കും എഴുതി ഒപ്പിട്ട് തന്നിട്ടില്ല ഒരു അന്വേഷണ ഏജൻസിയും. മാത്യു കുഴൽനാടൻ വിഡ്രോ ചെയ്ത് പോയതുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ലീഗൽ ശൈലിയും അതിൻ്റെ പൊളിറ്റിക്കൽ ശൈലിയും അതിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഒരു അന്വേഷണ ഏജൻസിയും ഈ തട്ടിപ്പ് അന്വേഷണം ഞങ്ങൾ നിർത്തിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കൃത്യമായി പറയുന്നു ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിനകത്ത് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഈ 2 കമ്പനികൾ തമ്മിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ ഇല്ല എന്നാണ് ശ്രീ ആർഷോ പറഞ്ഞത്. സർ, എന്തുകൊണ്ടാണ് ഒരു കമ്പനി പെട്ടെന്ന് പോയത്? എൻ്റെ കമ്പനിക്കെതിരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് ഇത്യാദി കാര്യങ്ങൾ കമ്പനിക്ക് ഒരു ബാധ്യതയില്ലെന്നും കമ്പനിയെ ഇതിലതൊക്കെ വലിച്ചടക്കരുത് എന്ന് പറഞ്ഞു ഒരു കഷ്ണം A4 ഷീറ്റിൽ 4 വരി എഴുതി പരാതി കൊടുക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ ആ കമ്പനി കൊണ്ടു നടന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അഴിമതി നടത്താൻ വേണ്ടിയായിരുന്നു. ആ അഴിമതി നടത്താൻ വേണ്ടിയായിരുന്നു ആ കമ്പനി കൊണ്ടു നടന്നിരുന്നത് എന്ന് കൃത്യമായതിൻ്റെ അടിസ്ഥാനമാണ് ആ കമ്പനിക്ക് ഒരു വിഷയം വരുമ്പോൾ കമ്പനി പൂട്ടിക്കെട്ടി എന്തുകൊണ്ട് വീണ ടി അത് വിശദീകരിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്ന ചോദ്യമാണ്. ഉല്ലാസ് ബാബു കൂടി ആ ചോദ്യം ചോദിക്കുന്നുണ്ട് ജിൻഡോയുടെ കൂടെ. ശരി, അത് ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ല ഹരിമോഹൻ, ഇവിടെ ഈ താൻ ഉന്നയിച്ച കാര്യങ്ങൾ കോടതി ആ നിലയ്ക്ക് കൺവിൻസ്ഡ് ആയില്ല എന്നതാണ് മാത്യു മുന്നോട്ട് വെക്കുന്ന വാദമെന്ന് തോന്നുന്നു. സത്യത്തിൽ ഇതിനകത്തൊരു തുടർ നിയമ നടപടി, ഇതേ രേഖകൾ ഇതേ ആരോപണങ്ങൾ വെച്ചുകൊണ്ടൊരു മേൽക്കോടതിയിലേക്ക് പോയാൽ എന്തുമാത്രം സാധ്യതയുള്ള ഒരു ആരോപണമാണ് ഹരി ഇത്? പൊതുവെ നമുക്ക് ഇന്നത്തെ കോടതി പ്രൊസീജിയർ അതിൻ്റെ വിധിയും വായിച്ചു നോക്കുമ്പോൾ ഇതൊരു വീക്കായിട്ടുള്ള അലിഗേഷൻ ആയിരുന്നു. അതിൻ്റെ സ്വാഭാവികമായ പരിണതി അതിനുണ്ടായി എന്നല്ലേ കാണാൻ കഴിയുക. അതുകൊണ്ട് ഇതിൻ്റെ ഒരു അപ്പലേറ്റ് കോടതിയിൽ പോയി എന്തെങ്കിലും കൂടുതൽ നേടിക്കളയാം എന്ന് വിചാരിക്കുന്ന ഒരു അതിമോഹമായി പോകുക ഹരി.
നിഷാദ്, ഇതിനകത്ത് ഒരു തുടർ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ വിധിന്യായ പകർപ്പിലെ ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് മാത്യു നേരത്തെ വാർത്താ സമ്മേളനങ്ങൾ പലവട്ടം നടത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകർക്കടക്കം വിതരണം ചെയ്തിട്ടുള്ള ചില രേഖകളുണ്ട്. അതേ രേഖകൾ തന്നെയാണ് കോടതിയിലും സമർപ്പിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും 5 രേഖകൾ മാധ്യമപ്രവർത്തകർക്ക് നൽകി. ഇതേ രേഖകൾ തന്നെ കോടതിയിലും ഹാജരാക്കി. പക്ഷേ കോടതി ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 3 ചോദ്യങ്ങൾ. അതായത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് KMML-ഉം CMR-ലും തമ്മിൽ എന്തെങ്കിലും ബിസിനസ് ഡീൽ നടന്നിട്ടുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് CMR-ൽ എക്സാലോജിക്കിനും വീണയ്ക്കും പണം നൽകിയത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബെനഫിറ്റ് സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ എങ്ങനെയാണെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് കോടതിയുടെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് KREML-ന്റെ മിച്ചഭൂമി ഇളവുമായി ബന്ധപ്പെട്ടതാണ്. അവർക്ക് മിച്ചഭൂമി ഇളവ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ 3 ചോദ്യങ്ങളാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഈ കേസിനെ നിലനിർത്തുന്നത് പോലും. പക്ഷെ ആ ചോദ്യങ്ങൾക്ക് പോലും മാത്യു കുളനാടന്റെ തെളിവുകൾ അപര്യാപ്തമാണ്, തെളിയിക്കുന്നതിൽ അപര്യാപ്തമാണ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഈ തെളിവുകൾ വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ അല്ലെങ്കിൽ മാത്യു പറയുന്ന അവകാശപ്പെടുന്ന ഈ തെളിവുകൾ വെച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മേൽക്കോടതികളിൽ നിന്നും മറ്റൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. കാരണം ഈ മിച്ചഭൂമി ഇളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒറ്റ ഉദാഹരണം മാത്രമാണത്. മിച്ചഭൂമി ഇളവുമായി ബന്ധപ്പെട്ട ആരോപണമാണ് മാത്യു കുളനാടൻ ആദ്യഘട്ടം മുതൽ ഉയർത്തിയിരുന്നത്. അതായത് 28/4/2023-ലും 25/10/2023-ലും ഈ മിച്ചഭൂമി ഇളവുമായി ബന്ധപ്പെട്ട് CMRL കമ്പനിയും അവരുമായി ബന്ധപ്പെട്ട ആളുകളും അപേക്ഷ നൽകിയിരുന്നു. പക്ഷെ അന്നൊക്കെ അത് നിരാകരിച്ചു. ഇതിനുശേഷം 1,72,00,000 രൂപ എക്സാലോജിക് സൊല്യൂഷൻസിനും വീണയ്ക്കുമായി കൊണ്ട് നൽകിയിട്ടുണ്ട് ഇവർ മാസപ്പടിയായി. അതിനുശേഷം ഈ മിച്ചഭൂമി ഇളവ് സർക്കാർ ഇവർക്ക് ചെയ്ത് നൽകി എന്നുള്ളതാണ് മാത്യുവിൻ്റെ ആരോപണം. ആ ആരോപണം തെളിയിക്കുന്ന ഒരു സർക്കാർ ഉത്തരവ് പോലും മാത്യുവിന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടതി അത് കൃത്യമായി ചോദിക്കുന്നുമുണ്ട്. ഇതുവരെ സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവ്, മിച്ചഭൂമി ഇളവ് നൽകി എന്ന് കാണിക്കുന്ന ഒരു ഉത്തരവ് കാണിക്കാൻ മാത്യുവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കോടതി വിധി പകർപ്പിലെ 28ാമത്തെ പോയിന്റിൽ കോടതി പ്രത്യേകം ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധിച്ചു കാണേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ അടിസ്ഥാനപരമായി ഈ കേസിനെ നിലനിർത്തുന്ന അല്ലെങ്കിൽ പരാതിയെ നിലനിർത്തുന്ന വാദങ്ങൾക്ക് പോലും തെളിവുകളില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും മാത്യു കുളനാടൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അപ്പീൽ പോകുന്നതിനെ കുറിച്ച് പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അപ്പീൽ പോയാൽ പോലും ഇപ്പോൾ കോടതിയിൽ നൽകിയിട്ടുള്ള ഈ തെളിവുകൾക്കപ്പുറത്തേക്ക് ഈ വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു തെളിവെങ്കിലും അഡീഷണൽ ആയി ലഭിച്ചാൽ മാത്രമാണ് മേൽക്കോടതിയിലെങ്കിലും മാത്യു കുളനാടിന് നേട്ടമുണ്ടാകാൻ സാധിക്കും. ചോദ്യത്തിന് തെളിവുകളില്ലായിരുന്നു എന്നതാണ് എന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് നമുക്ക് വളരെ വിസിബിൾ ആണ്, അത് എവിടെയാണ് തെളിവില്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു തുടർ നിയമ നടപടി സാധ്യമാവുക എന്നതിലേക്കാണ്. ഞാനതൊരു ഇടവേളെടുത്ത് വേഗം ചർച്ചയിലേക്ക് വീണ്ടും. ജിൻഡോ ജോൺ, ഇതിനകത്ത് നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചതിനെ കുറിച്ച് നേരത്തെ ഹാരി പറഞ്ഞു. ഈ KMML-ഉം CMR-ഉം തമ്മിൽ എന്ത് ബന്ധമുണ്ടാക്കി, എന്ത് നേട്ടമുണ്ടാക്കി എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന ചോദ്യത്തിന് ആൻസർ ഇല്ല. മിച്ചഭൂമി ഇളവുണ്ടോ? ആൻസർ ഇല്ല. ഈ 1,72,00,000 എന്താണ് പ്രത്യുപകാരം ചെയ്തു കൊടുത്തത് എന്ന ചോദ്യത്തിന് ആൻസർ ഇല്ല. മൗലികമായ ഒരു ചോദ്യത്തിനും ആൻസർ ഇല്ല എന്ന് മാത്രമല്ല, അത്തരമൊരു സംശയത്തിലേക്കോ ദുരൂഹതയിലേക്കോ വിരൽ ചൂണ്ടുന്ന ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാത്ത ഒരാൾ തുടർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് ഒരു അർത്ഥശൂന്യമായ കാര്യമല്ലേ ജിൻഡോ? നിഷാദ്, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങളിൽ ഒരു മറുപടി പറഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും അതിലേക്ക് വരാം. ഒന്നാമത്തത്, LDF-ന്റെ പ്രതിനിധി ആർഷ പറഞ്ഞത് വീണ വിജയൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് എന്ത് സേവനമാണ് കൊടുത്തത്, അവർക്ക് എങ്ങനെയാണ് പണം കിട്ടിയത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം, വീണ വിജയൻ്റെ കമ്പനിയോ വീണ വിജയനെയോ ഇതേവരെ കേൾക്കാൻ ഒരു ഏജൻസിയും തയ്യാറായിട്ടില്ല എന്നാണ്. ഇത് കാലങ്ങളായിട്ട് CPM-ന്റെ പ്രതിനിധികൾ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. അത് തികച്ചും കള്ളമാണ്. അതിന് കാരണം 2021 ജനുവരി 29 മുതൽ 2024 ഫെബ്രുവരി 8-ാം തീയതി ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ, കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ പോകുന്നത് വരെ 15 പ്രാവശ്യം വീണ വിജയനും അവരുടെ കമ്പനിയുമായിട്ട് നിരവധി ഏജൻസികൾ കത്തിടപാടുകളും മറ്റു സംഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട്. തെളിവുകൾ ഞാൻ വേണമെങ്കിൽ നേരിട്ട് പറയാം ഏതൊക്കെയാണെന്ന്. 2021 ജനുവരി 29-ാം തീയതി ROC-യുടെ നോട്ടീസ് കിട്ടുന്നത് വീണ വിജയന്. ഇവർ പറയുന്നത് ഇവരുടെ ഭാഗം കേട്ടില്ല എന്ന. ഇവരുടെ ഭാഗം കേട്ടു, ഇവരുടെ ഭാഗം തൃപ്തികരമല്ലാത്തതുകൊണ്ട് വീണ്ടും നോട്ടീസ് കൊടുത്തു. ഇതിനിടയിൽ ഒരു തമാശ
വിഷയമുണ്ട്. 2022 7 മാസം 6 തീയതി വീണ വിജയൻ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ഒരാളെ അയക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ കൊടുക്കാൻ. അതിനുശേഷം നേരിട്ട് വീണ വിജയൻ ഹാജരാക്കിയിട്ടുണ്ട് 2022 7 മാസം 22 തീയതി. എന്നിട്ടും പറയുകയാണ് LDFന്റെ പ്രതിനിധി വീണ വിജയന് വേണ്ടിയിട്ട് അവരെ കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ലെന്ന്. ഇങ്ങനെ 10-15 പ്രാവശ്യം കേട്ടിട്ടും അവരുടെ മറുപടികൾ തൃപ്തികരമല്ലാത്തത് കൊണ്ടാണ് അവർക്ക് നേരിട്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി അവരുടെ ഹർജി കൊടുക്കേണ്ടി വരുന്നതും. അങ്ങനെ ഹർജി കൊടുത്തപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർ ഫർണിഷ് ചെയ്തിട്ടുള്ള രേഖകളിൽ നിന്നാണ് ഞാൻ ഈ 15 പ്രാവശ്യത്തെ കത്തിയിടപാടുകളും നേരിട്ട് ഹാജരായത് ഉൾപ്പെടെയുള്ള തീയതി സഹിതം ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ വീണ വിജയൻ തന്നെ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് 15 പ്രാവശ്യം അവസരം കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ എങ്ങനെയാണ് LDFന്റെ പ്രതിനിധി പറയുന്നത് അവരെ കേട്ടില്ല എന്ന്? രണ്ടാമത്തത് എന്തായിരുന്നു സേവനം എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ ഉത്തരം പറയുന്നത് 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു കരാറ്, ആ കരാറ് പ്രകാരം പണം കിട്ടിയപ്പോൾ ഇത്രയും വലിയ ആക്ഷേപം വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അടിത്തറ ഇളകുന്ന രീതിയിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കിടയിൽ ഇവരുടെ പാർട്ടി മെമ്പർമാരായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള പാർട്ടി അനുഭാവികളായിട്ടുള്ള ആളുകളുടെ പോലും മനസ്സിൽ കളങ്കിതരാണെന്ന് തോന്നുന്ന രീതിയിൽ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പാർട്ടി നേതൃത്വത്തെയും ഇത്രത്തോളം ആക്ഷേപകരമായിട്ടുള്ള രീതിയിൽ എത്തി നിൽക്കുമ്പോൾ പോലും എന്തുകൊണ്ട് വീണ വിജയന് പോലും ഒരിക്കൽ പോലും തോന്നിയില്ല തന്റെ അച്ഛന്റെ പാർട്ടിയെ, തന്റെ അച്ഛന്റെ ക്രെഡിബിലിറ്റിയെ, ആ പാർട്ടിയെ സംരക്ഷിക്കണമെന്ന് വിചാരിച്ച് ഒരിക്കൽ പോലും മറുപടി പറയാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് സംശയമുണ്ട്. പിണറായി വിജയൻ ഇത്രത്തോളം ചീഞ്ഞു നാറിയിട്ടും ആ കമ്പനിയുടെ സേവനം എന്താണെന്ന് ഇവർ പറയുന്നില്ല. ഒരു വെളിപ്പെടുത്തണ്ട. പക്ഷേ ഈ CMRL കമ്പനി വെളിപ്പെടുത്തിയത് പ്രകാരമാണ് അവർ ഈ രേഖകളൊക്കെ പുറത്തു വരുന്നത്. അതുവരെ ഒക്കെ താങ്കൾ ആവർത്തിക്കുന്നുണ്ട് ഈ സേവനത്തിന്റെ കാര്യം. ഈ കേസ് തോറ്റുപോയ കാര്യത്തിൽ മാത്യു കൊണ്ടുവന്ന എല്ലാ രേഖകളെയും കോടതി എടുത്ത് കളഞ്ഞു എന്ന് മാത്രമല്ല, ഈ വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിച്ചതുപോലെ ഒരു സംഗതിയും ലീഗലി നിലനിൽക്കുന്ന ഒരു സംഗതിയും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ മൗലികമായ മുഴുവൻ വശങ്ങളും പരിശോധിച്ച കോടതി ഒരു നിലയ്ക്ക് നിൽക്കാത്തത് എന്ന നിലയ്ക്ക് എടുത്തു കളയാണ്. കീറക്കടലാസിന്റെ വിലയെ കോടതി കൽപ്പിക്കുന്നുള്ളൂ എന്ന് വരുമ്പോൾ പിന്നെ നിങ്ങൾ ഏത് മേൽക്കോടതിയിൽ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ജിൻഡോ? ഞങ്ങൾ ഒറ്റ കാര്യം കൂടി പൂർത്തിയാക്കിയിട്ട് ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, 1/2 മിനിറ്റ് പോലും വേണ്ട. ആർഷോ പറഞ്ഞത് ഈ കമ്പനി ഡോർമെന്റ് ആയി ഇപ്പോൾ നിലവിലില്ല എന്നാ. ഇത്ര ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനി ടാലിയും എക്സലും പവർ ബിൽഡറും ഒക്കെയാണ് സംഭാവന ചെയ്യുന്നതെന്ന് LDFന്റെ പ്രതിനിധിയായിട്ടുള്ള അരുൺകുമാർ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ നിസാരമായിട്ടുള്ള സേവനങ്ങൾ ചെയ്ത് ഇത്രത്തോളം വലിയ പേയ്മെന്റ് വാങ്ങുന്ന ഇത്ര ഹൈലി പെർഫോമിംഗ് എന്ന് ഇവർ പോലും അവകാശപ്പെടുന്ന ഒരു കമ്പനി എന്തുകൊണ്ടാണ് നഷ്ടത്തിലായി ഡോർമെന്റ് ആകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അത് രണ്ടും ഒരിക്കലും സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നല്ല. ഇനി താങ്കൾ ചോദ്യം, ഇവിടെ കോടതി തെളിവില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ അതിനെ കാണേണ്ടത്. കോടതിക്ക് മാത്യു കുഴൽനാടൻ കൊടുത്തിട്ടുള്ള തെളിവുകൾ തൃപ്തികരമല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ MLAക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള രേഖകൾ, അദ്ദേഹത്തിന്റെ അനുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ, അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കംപ്ലൈന്റ് കൊടുക്കുന്നത്, ഈ പരാതി കൊടുക്കുന്നത്. ഇതില് ഈ കേരളത്തിലെ എല്ലാ അന്വേഷണവും അങ്ങനെ തന്നെയല്ലേ? മുഴുവൻ തെളിവുകളും ഹാജരാക്കിയിട്ടാണോ നാട്ടിലെ ആളുകൾ പരാതി കൊടുക്കുന്നത്? മുഴുവൻ തെളിവുകളും ഹാജരാക്കാൻ പിന്നെ ഇവിടെ പോലീസിന്റെ സംവിധാനം എന്തിനാ? മറ്റ് അന്വേഷണ ഏജൻസികൾ എന്തിനാ? ഇത്തരം അനുമാനങ്ങളും ഇത്തരം അവൈലബിൾ രേഖകളും കൊടുത്തുകൊണ്ട് ഒരു പരാതി കൊടുക്കുമ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണം എന്ന് പറയുമ്പോഴാണ് കൂടുതൽ എവിഡൻസിലേക്ക് അന്വേഷണം പോകേണ്ടത്. അങ്ങനെയാണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം തെളിവില്ല എന്ന് പറഞ്ഞ് കോടതി തള്ളിക്കളയാണെങ്കിൽ അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നതാണ്. ഇത് ഒരു അന്വേഷണവും നടത്താതെ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടാവണമെങ്കിൽ പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്തണം. അങ്ങനെ ഒരു അന്വേഷണവും നടത്താതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവ് ഇല്ല എന്നങ്ങ് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ അന്വേഷണ ഏജൻസികളും അദ്ദേഹത്തിന്റെ കീഴിലാണ്. അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ കേരളത്തിലെ മുഴുവൻ പൗരന്മാരുടെ മുമ്പിൽ ഒരു ആശങ്കയാണ്. ശരി, ഈ കേരളത്തിലെ മുഴുവൻ പൗരന്മാർക്കും ആശങ്കയുണ്ടെന്ന് പറയുകയാണ് CPM ആർഷോ. അതുകൊണ്ട് അന്വേഷിക്കാതെ ഒരു ക്ലിയറൻസ് കൊടുക്കുന്നത് അനീതിയാണ് എന്ന്. ഇതിനകത്ത് കോൺഗ്രസിന്റെ പ്രവൃത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കളങ്കിതനാണെന്നും മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കരുതിയിരിക്കുന്ന സന്ദർഭമാണെന്നൊക്കെ അദ്ദേഹം പറയണം. ഇതിനകത്ത് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ശ്രീ മാത്യു കുഴൽനാടൻ്റെയും ഈ ആരോപണം ഉന്നയിച്ചു വന്നിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെയുമാണ്. ഇതിൽ മാത്യു കുഴൽനാടന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കോടതി വിധിക്കകത്ത് 19ാമത്തെ പേജിൽ വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട്, I could not find even a single scrap of paper which supports his contention. ഒരു തുണ്ടുകടലാസ് പോലും അദ്ദേഹം ഉന്നയിച്ച അഴിമതി ആരോപണം അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ നമുക്കൊക്കെ ഓർമ്മയില്ലേ? കേരളത്തിൻ്റെ ഈ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ പുറത്തുവിട്ടാൽ കേരളം ഞെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്.
അങ്ങനെ ഞെട്ടിക്കാനായിട്ട് വന്നു നിന്ന മാത്യു കുഴൽനാടൻ, ഇപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ അദ്ദേഹം കുറച്ച് തുണ്ടുകടലാസുമായി വന്നു കഴിഞ്ഞാൽ 4-5 ദിവസം നമുക്ക് മാധ്യമ വിചാരണയ്ക്ക് ഇടമൊരുക്കാൻ സാധിക്കുമായിരിക്കും. എന്നാൽ കോടതിയിൽ പോയിട്ടൊരു തുണ്ടുകടലാസ് അദ്ദേഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലും സാധ്യമല്ലാതെ ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു പോലെ ഈ ചർച്ചയുടെ ടൈറ്റിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദം മാസപ്പടി എന്നുള്ളതാണ്. മനോരമ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ക്രിപ്റ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കെട്ടിയാടുകയായിരുന്നു ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അതാണ് ഇന്ന് തകർന്ന് വീണിട്ടുള്ളത്. ഇനി നിങ്ങൾ ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു, നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞു അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് അന്വേഷണം അതിന് തീർന്നിട്ടില്ലല്ലോ എന്ന്. അന്വേഷണം തീർന്നിട്ടില്ലെന്ന്. ഇതിനു മുൻപ് നിങ്ങൾ എത്ര അന്വേഷണം നടത്തിയിട്ടുണ്ട്? സമാനമായ നിലയിൽ ഉയർത്തി എത്രയോ ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഈ നാട്ടിൽ വട്ടമിട്ട് പറഞ്ഞ ഇപ്പൊ ഇതിന് തൊട്ട് മുൻപ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് അന്വേഷണ ഏജൻസികൾ പറന്നു നടന്നിരുന്നല്ലോ. ഏതെങ്കിലും ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ രോമത്തിൽ സ്പർശിക്കാൻ വേണ്ടി നിങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും SFIO ഉൾപ്പെടെ വട്ടം തിരിഞ്ഞ് പറക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചോദ്യം നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്യുന്നേ. എന്തെങ്കിലും ഒരു അഴിമതിയുടെ കളങ്കമുണ്ട് എങ്കിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ വന്ന് പറഞ്ഞതുപോലെ തന്റെ ഇടമുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് നിങ്ങൾ ജയിലിടുമെന്നല്ലേ പറഞ്ഞത്. അതിനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ ചെയ്തു കാണിക്കുക. ഇവിടെ ഒരു തെളിവുമില്ലാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയെ ഈ നാടിന് മുൻപിൽ തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആയിക്കോട്ടെ അത് നിങ്ങൾ 4-5 ഏജൻസികളെ കൊണ്ട് സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴത്തിന്റെ കുരുകടത്ത്, ഖുർആൻ കടത്ത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കറങ്ങി തിരിഞ്ഞിരുന്നല്ലോ. എന്നിട്ട് ആ അന്വേഷണ ഏജൻസികളൊക്കെ എവിടെ? ഒരാൾ നടത്തിയ എന്തെങ്കിലും കണ്ടെത്തലുണ്ടോ? കേരള പോലീസിനേക്കാൾ വലിയ ശേഷിയുള്ള അന്വേഷണ ഏജൻസികളാണെങ്കിൽ അവരിവിടെ കറങ്ങി നടന്നത് ഇപ്പൊ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നില്ലേ തിരിഞ്ഞു നടന്നിരുന്നത്? എന്തെങ്കിലും ഒരു ചെറുവിരലനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക്? നിങ്ങൾ ആരെ പേടിപ്പിക്കാൻ വേണ്ടി വരുന്നത്? അത്തരത്തിലുള്ള ഒരു സംഘപരിവാർ അജണ്ടയ്ക്ക് മുൻപിലും ഭയപ്പെടേണ്ടുന്ന സാഹചര്യം ഞങ്ങൾക്കില്ല. അത് വളരെ കൃത്യമാണ്. ഞങ്ങൾ ഇതിനെ കേന്ദ്ര ഏജൻസിക്കും തൊടാൻ വിജിലൻസ് കോടതി ഒരു കേസ് തീർപ്പാക്കുന്നത് മാത്രമല്ല. അല്ല, ഉല്ലാസ് ബാബു 4 വർഷം 3 ഏജൻസികൾ മുഴുവൻ വന്നു കിടന്ന് അന്വേഷിച്ചിട്ടും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റാത്ത കേസിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും പ്രസംഗിക്കുന്നു. ഇതാ സ്വർണ്ണക്കടത്ത് കേസ് എന്ന്. പക്ഷെ 3 ഏജൻസി അന്വേഷിച്ചു, തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതിലും നിങ്ങളിങ്ങനെ BJP പാനലിസ്റ്റുകളും നേതാക്കളും പറയുന്നതിനപ്പുറത്തേക്ക് എവിടേക്കെങ്കിലും ഈ അന്വേഷണം പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതാണ് ആർഷോ പറയുന്നത് നിങ്ങളൊരു നോട്ടീസ് അയക്കാൻ ധൈര്യപ്പെടുകയെന്ന്. നിഷാദ്, ഞാൻ വളരെ കൃത്യമായിട്ട് നിഷാദ് ചോദിച്ച ചോദ്യത്തിന് മുമ്പ് കോൺഗ്രസിൻ്റെ നേതാവിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. സാർ, ഞാൻ ചോദിക്കട്ടെ, ഒരു പട നയിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആയുധമില്ല എന്നുകൊണ്ട് ഞാൻ പട വിജയിക്കുമെന്ന് വിചാരിക്കുന്ന ഭീരുവാണോ ശ്രീ മാത്യു കുഴൽനാടനും കോൺഗ്രസും? അപ്പോൾ നിങ്ങളുടെ കോൺഗ്രസ് അത് മുക്കി സാർ. ആർക്ക് വേണ്ടി? പിണറായി വിജയന് വേണ്ടി. നിങ്ങളിങ്ങനെ നൃത്തം ഗംഭീരമായി പോകുന്ന സമയത്ത് വസ്ത്രം ഊരി കളഞ്ഞ പോലെയാക്കി ഈ കേസിനെ ചുരുക്കിയതിൻ്റെ പുറകിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നേ. ആ അജണ്ട അല്ലെങ്കിൽ സതീശനും ചെന്നിത്തലയും ഒക്കെ പെടും. അത് കോൺഗ്രസ് കൃത്യമായി മുക്കി പിണറായി വിജയന്റെ സകലവിധ സേവനവും വാങ്ങിച്ചു. നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രയാണമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നിഷാദ് ഒരു കാര്യം ചോദിച്ചു. 4 വർഷമായി, 4 8 വർഷവും 9 വർഷവുമായ കേസുകളിൽ ഇപ്പോഴും അന്വേഷണത്തിൽ പല കാര്യങ്ങളിലും നിൽക്കുന്നുണ്ട്. ഈ അന്വേഷണം വളരെ കൃത്യമായി നിഷാദ് റാവുത്തർ അടിവരയിട്ട് എഴുതി വെച്ചോ. ഈ അന്വേഷണം നിന്നിട്ടില്ല. ഈ അന്വേഷണം കൃത്യമായി തന്നെ പോകും. ആ അന്വേഷണത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടങ്ങളും പോകുമ്പോൾ അതിനെ ഭയപ്പെടുന്നത് ആരാണ് എന്നും അതിൻ്റെ പേരിൽ വാതിലടയ്ക്കുന്നതും ജനലടച്ചുപൂട്ടുന്നതും പൂട്ടി താക്കോലും കൊണ്ട് എൻ്റെ ആഫീസ് പൂട്ടിപ്പോയേ എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നത് ആരാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഒരു സംശയവും വേണ്ട. ഈ സൂത്രപ്പണികളും ഈ അഭ്യാസങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കിയിട്ട് ഞങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ല, എല്ലാം പൊടിഞ്ഞുപോയി എന്നൊന്നും നിങ്ങൾ വാദിക്കണ്ട. ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാത്യു കുഴൽനാടനിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള രാഷ്ട്രീയവും ഈ സമൂഹത്തിന് മുമ്പിൽ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കേസ് മുഴുവൻ അന്വേഷിക്കാൻ പോയാൽ എല്ലാവരും കുടുങ്ങും. അതുകൊണ്ട് നിങ്ങളൊന്ന് വിഡ്രോ ചെയ്താണെന്ന് പതുങ്ങി, അത്രേ ഉള്ളൂ. ഞങ്ങൾ തുടക്കം മുതലേ കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് പരാമർശിച്ചതിൽ അന്വേഷണം വേണ്ടെന്ന്? ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. കോടതിയിൽ പോയി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയത്. ഈ BJPയുടെ പ്രതിനിധി ഞങ്ങളെ ചോദ്യം ചെയ്യുന്നില്ലേ? അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ മാഷേ. ഞാൻ ഒറ്റ വാചകത്തിൽ പൂർത്തിയാക്കാം. നിങ്ങൾ ആക്ഷേപിക്കുന്നു. ഞങ്ങളുടെ മാത്യു കുഴൽനാടൻ കോടതിയിൽ പോകുന്നു. നിങ്ങളുടെ BJP സംസ്ഥാന പ്രസിഡന്റ് എവിടെയാ? ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ EDയുടെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തെന്നേ.
കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണയും അവരുടെ പാർട്ടി മറച്ചു വെച്ചത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം, അവരുടെ കാര്യമാണല്ലോ. പക്ഷെ BJP എന്തുകൊണ്ട് മറച്ചു വെച്ചു? നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ നിലക്കുള്ള ആരോപണം പറയാം. എന്തായാലും മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദത്തിന് തെളിവുകളൊന്നുമില്ല എന്ന് മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി ആരോപണത്തിന് തെളിവൊന്നുമില്ല എന്ന് മാത്യു കുഴൽനാടനോട് പറയുകയാണ് വിജിലൻസ് കോടതി. അദ്ദേഹത്തിന്റെ തെളിവുകൾ മുഴുവൻ പരിശോധിച്ച് അവയ്ക്കൊന്നും ഏതെങ്കിലും നിലയ്ക്കുള്ള വാല്യൂ ഇല്ല എന്ന് കോടതി ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ആ നിലയ്ക്ക് നിയമപരമായും രാഷ്ട്രീയമായും മാത്യു കുഴൽനാടനും അദ്ദേഹത്തിന്റെ സഖ്യത്തിനും വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ ദിവസം കോടതിയിൽ ഉണ്ടാകുന്നത് എന്ന് പറയാതെ വയ്യ. താങ്ക് യു ജിൻഡോ ജോൺ, PMR ഷോ, ഒപ്പം ശ്രീ ഉല്ലാസ് ബാബു ചർച്ചയിൽ പങ്കെടുത്തതിനോട്.